ബിഗ് ബോസ് സീസൺ 6-ൽ വളരെ നിർണായകമായ പല സംഭവങ്ങളും അരങ്ങേറുകയാണ്. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകുന്നില്ല. ക്വിറ്റ് ചെയ്യണമെന്ന് ഇടയ്ക്കൊക്കെ പ്രേക്ഷകരുടെ മുന്നിലെത്തി ഇതിലെ കണ്ടസ്റ്റന്റുകൾ പറയാറുള്ളത് പതിവാണ്. എന്നാൽ ഇത് ആദ്യമായാണ് ഒരാൾ ക്വിറ്റ് ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. എന്നാൽ വെളിയിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഷോയിൽ നിന്നും മാറാനുള്ളത് എൻ്റെ തീരുമാനമായിരുന്നില്ല എന്നും ഡോക്ടറുടെ തീരുമാനമായിരുന്നുവെന്നുമാണ് സിബിൻ പറയുന്നത്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ബിഗ് ബോസ് എന്നോട് പോകാൻ പറഞ്ഞതെന്നുമാണ് സിബിൻ പറഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് കുറച്ചുകൂടി വ്യക്തമായി സിബിൻ പറയുന്നുണ്ട്. മോഹൻലാൽ വന്ന് പറഞ്ഞ എപ്പിസോഡിൽ എനിക്ക് വളരെയധികം വിഷമമായി. എന്നാൽ അതെന്നെ ഇൻസൾട്ട് ചെയ്തതല്ല എന്നും പകരം റോസ്റ്റ് ചെയ്ത് എൻ്റെ മാനസികാവസ്ഥ തന്നെ നിലനിർത്താൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായതെന്ന് ഇദ്ദേഹം പറയുന്നു. അത് കഴിഞ്ഞ് ഷോയ്ക്ക് തൊട്ട് മുമ്പ്, അതായത് ശനി ഞായർ ദിവസങ്ങളൊക്കെ തന്നെയും സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ സിബിൻ പറയുന്നുണ്ട്. അതിൽ നിർണായകമായ പല കാര്യങ്ങളും ഉണ്ടെന്ന് സിബിൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് തുറന്നു പറയാൻ പോലും പറ്റില്ല. പക്ഷെ അതെല്ലാം കാരണമാണ് എൻ്റെ മാനസികാവസ്ഥ ആകെ തളർന്നത്. എന്നെങ്കിലും ഇത് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായും തുറന്നു പറയും. ഈ വീക്കെൻഡ് എപ്പിസോഡ് അറിയുമ്പോഴേക്കും എനിക്ക് അറിയാനും സാധിക്കും തുറന്നു പറയാമോ ഇല്ലയോ എന്നൊക്കെ. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എനിക്കിതൊന്നും വ്യക്തമായി തുറന്നു പറയാനാകില്ല. ഒരു ഷോയുടെ കോൺഫിഡൻഷ്യാലിറ്റിയാണ് അവിടെ ബാധിക്കുന്നത്. ഈ ആഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് എന്തൊക്കെ തുറന്നു പറയാമെന്ന് മനസ്സിലാകും. അതോടെ ഞാൻ പറയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ആദ്യം ഞാൻ ഷോയിൽ നിന്ന് പോകണമെന്ന് ഇമോഷണലി ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അതിനുശേഷം ബിഗ് ബോസ് എന്നെ മാറ്റി നിർത്തുകയായിരുന്നു. മാറ്റി നിർത്തി ഡോക്ടറുമായി 2 വട്ടം സംസാരിച്ചു. എന്നാൽ ഒരു വട്ടം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഒരു ദിവസം മാറി നിന്നപ്പോഴേക്കും പിന്നീട് കളിക്കാമെന്ന നിലയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ കളിക്കാമെന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ബിഗ് ബോസ് ഹൗസിൽ പോയാൽ എനിക്ക് എങ്ങനെ നിൽക്കണമെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനോടകം തന്നെ ബിഗ് ബോസ് പറഞ്ഞു സിബിന് ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറയുന്നതെന്നും നിങ്ങൾക്ക് ദയവായി പോകാമെന്നുമാണ്. ഇതോടെ തന്നെ ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് സിബിൻ മറ്റൊന്നും പറയാതെ ഇറങ്ങുകയായിരുന്നു. എനിക്ക് അകത്ത് പോകാൻ സാധിക്കുമെന്നും എനിക്ക് പുറത്ത് പോകണ്ട എന്നും സിബിൻ രണ്ടാമത് പറയുകയും ചെയ്തു. പക്ഷേ ഇനി അത് സാധിക്കില്ല എന്നും 78 മണിക്കൂർ കഴിഞ്ഞുവെന്നും ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോകാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും ബിഗ് ബോസ് പറഞ്ഞതിന് പിന്നാലെ തന്നെ സിബിൻ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിരിക്കുകയാണ്. എന്തൊക്കെയോ ബിഗ് ബോസ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. DJ സിബിന് പുറത്ത് പോകണ്ട എന്നായിരുന്നുവെങ്കിലും ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ടും എന്തൊക്കെയോ നിയമാവലി ഉള്ളതുകൊണ്ടുമാണ് ബിഗ് ബോസ് സിബിനെ പുറത്തേക്ക് എത്തിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ സിബിൻ പുറത്തെത്തിക്കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് സിബിൻ പുറത്തേക്ക് വന്നത്. അതായത് ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് സിബിനെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചത്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അനൗൺസ് ചെയ്തതും കണ്ടു. ഒന്നും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല. എല്ലാം കൃത്യമായി കാണിച്ചിട്ടുണ്ടെന്ന് സിബിൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തുറന്നു പറയാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും അത് തുറന്നു പറയേണ്ടി വരുമെങ്കിൽ, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സസ്പെൻസ് ആക്കിയാണ് ഇപ്പോൾ സിബിൻ ഒരു ലൈവ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.